ബാങ്ക് ഡയറക്ടർ ബോർഡിന് വേണ്ടി മുസ്ലിം മത്സരിക്കുന്നില്ലേ? പറഞ്ഞ മൊയ്യാമാർ ചിത്തറി എന്നതുപോലെ തന്നെ ഈ പെണ്ണുങ്ങളുടെ സംവരണം. ഇവിടെ പെണ്ണുങ്ങൾ നിർത്തൽ ആര് പറഞ്ഞു ഇസ്ലാമിന്റെ കാര്യം എന്നുള്ളത്? ഇവിടെ ഇപ്പൊ മുസ്ലിം ലീഗ് മത്സരിക്കൽ ഇസ്ലാമിന്റെ നിർബന്ധത്തിൽപ്പെട്ടാണ്. ഇവിടെ മുസ്ലിം ലീഗ് തന്നെ വേണമെന്നുണ്ടോ? ഈ കേരളത്തിൽ മാത്രം മുസ്ലിം ലീഗ് 2 MP കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും? അതൊക്കെ രാഷ്ട്രീയത്തിന് ഈ ദീനുമായിട്ട് ഒരു ബന്ധപ്പെടുത്തും വേണ്ട. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് കള്ളും കഞ്ചാവും പെണ്ണും തട്ടിപ്പറിയും തമ്മാടിക്കലൊക്കെ തന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അത് ഒരിക്കലും ചെയ്യണ്ട, ദീനുമായിട്ട് ബന്ധപ്പെടുത്തണ്ട. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ കൊല വരെ നടന്നില്ലേ, പള്ളി മദ്രസയിലേക്ക് അടിച്ചില്ലേ, അതിലൊക്കെ പിന്നിൽ പാരാനുള്ളത് ഈ രാഷ്ട്രീയക്കാരിലുള്ളത്. ഇവിടെ ഭജനകളും മറ്റില്ല, ലീഗാൻ ചെയ്യുന്നേ. അപ്പൊ അതുകൊണ്ട് ഇൻഷാറുള്ളത്തിന്റെ പ്രസംഗം അതാണ് അതിന്റെ ശരി. തനിച്ച ഹറാമ് തന്നെയാണ്, ഒരു മാർഗത്തിനില്ല. അവിടെ എന്ത് ചെയ്യണം? ഈ നിർബന്ധമാണെന്ന് ആ വാർഡ് പോകുന്നത് വെച്ച് പോയ എന്താ കുഴപ്പം ഇവിടെ ഉള്ളത്? ഇവിടെ ഇപ്പൊ മലപ്പുറം ജില്ലയിൽ 10 വാർഡ് മാത്രമുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ലീഗേരാണോ? ഇവിടെ കേരളത്തിൽ നല്ല കുഴപ്പമുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും ന്യായമല്ല. അതൊക്കെ രാഷ്ട്രീയത്തിന് മുതലെടുപ്പാണ്. ഇസ്ലാമത്തെ കൂട്ടിക്കൊടുക്കണ്ട. ഹറാം തന്നെ. ആ അയക്കുന്ന ഭർത്താവും അവളെ വാപ്പയും അവളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ റബ്ബിന്റെ അടുക്കൽ മറുപടി പറയേണ്ടതായിട്ട് വരും. പള്ളിക്ക് വരെ ജമാഅത്ത് പെണ്ണിന് പോകാൻ പാടില്ല എന്ന് ഇസ്ലാം വെച്ചു. പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചു, 2 സമിതികൾ അംഗീകരിച്ചു. എന്താ കാരണം? സ്ത്രീ പരപുരുഷന്മാർ നിസ്കരിക്കുന്ന പള്ളിയിലേക്ക് വരണ്ട. ആ സ്ഥാനത്താണ് പരസ്യമായിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയിട്ട്. ഇപ്പൊ വേറൊരു വിഷയം, ശിഹാബ് തങ്ങള് സാദിഖലി ശിഹാബ പറയുന്നത് പെണ്ണുങ്ങളെ ഫോട്ടോ തന്നെ വെക്കണം എന്ന്. ഞങ്ങൾക്ക് എന്താ ഇതിനെ പറ്റി അറിയില്ല. അതിന്റെ ഇടയിൽ കൂടെ ഫത്വ, കൂടത്തായിന്റെ ഫത്വ എന്ത്, പിന്നെ സംവരണ മണ്ഡലത്തില് പെണ്ണുങ്ങൾക്ക് നിൽക്കൽ ഹലാലാണെന്ന്. എന്തൊരു പിറ്റിത്തരങ്ങൾ, തനിച്ച തെറ്റാണ്. അയക്കൊന്നും ഒരു ദീനും അറിയില്ല. ഇതൊക്കെയാണ് ഓരോ ദീന്. അതൊന്നും ഇസ്ലാമായിട്ടൊരു ബന്ധം എനിക്കില്ല. അത് തനിച്ച ഹറാമാണെന്ന് മനസ്സിലാക്കുക ഒരു മാർഗവും ഇല്ല. എന്റെ പെണ്ണാണെങ്കിലും അതുപോലത്തെ മുണ്ടക്കോടിന്റെ പെണ്ണുങ്ങളാണെങ്കിലും മറ്റു ഏത് പെണ്ണാണെങ്കിലും അങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് വോട്ട് ചെയ്യലും ഹറാമായിട്ടുണ്ട്. കാരണം അവളെ ഹയാവും മറ്റൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഇനി അവൾക്ക് സ്റ്റേജിൽ കയറേണ്ടി വരും, പ്രസംഗിക്കേണ്ടി വരും, രംഗത്തിറക്കേണ്ടി വരും. എങ്ങനെ വന്നാലും വിജയിച്ചു കഴിഞ്ഞ് മെമ്പറായി കഴിഞ്ഞാൽ പഞ്ചായത്തിൽ പോയിരിക്കണ്ടേ അന്യാളുകളെ കൂടെ? അത് ഉറപ്പാണല്ലോ. അതിന് വഴി ഉണ്ടായി കൊടുക്കല്ലേ? അത് ഹറാമ് തന്നെയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.